ഒരു കാലത്ത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റിയ ആള് ഉർവശിയായിരുന്നു. പക്ഷെ ആ കസേരയിലേക്ക് കയറിയിരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട്? ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഉർവശി അറിയാത്ത അവസ്ഥയുണ്ടോ? അറിയാത്ത അവസ്ഥ അല്ല, ഒരുപാട് അറിയാതിരിക്കുന്നതായിരിക്കും സാർ നല്ലത്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഒരുപാട് രാവിലെ നോക്കും. കണ്ണാടി നോക്കണ്ടായോ? നോക്കണമെന്നല്ലേ പറഞ്ഞത് ഞാൻ. ഈ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് കാണാൻ സാധിക്കും. അല്ല, കുറച്ച് കാണാമെന്നല്ല, നമ്മൾ ഒരുപാട് അറിയും തോറും നമ്മളിൽ നിന്ന് നഷ്ടമാവുന്നത് നമ്മുടെ നിഷ്കളങ്കതയാണ്. മനുഷ്യന് ഏറ്റവും വലിയ നഷ്ടം അതല്ലേ. അറിവുണ്ടായി മനസ്സാകുന്നതാണ്. അല്ല, കളങ്കം ഉണ്ടാവുക എന്നുള്ളതല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറേശ്ശെ മനസ്സിലാക്കുമ്പോൾ ഒരു ഇന്നസെൻസ് ഉണ്ട്. അത് നിലനിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ കാലം നമ്മൾ ഈ സിനിമയല്ലേ, അപ്ഡേറ്റ് ആയി ഓരോരുത്തരുടെ ഇത് നമ്മൾ പഠിക്കുകയല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സ്ഥാനപ്പേര് അങ്ങനെ വാങ്ങിച്ചെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഉർവശിക്ക്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം എത്ര പേര് ആ ടൈറ്റിലോടുകൂടി വന്നു പോയി. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ അതിനോടൊരു അട്രാക്ഷൻ തോന്നും? ഓരോരുത്തരെ ഓരോ കാലത്ത് വിളിക്കുന്നു മാത്രമേ ഉള്ളല്ലേ. വിളിക്കുന്ന ഒരു സീസണിലായി കഴിയുമ്പോൾ അങ്ങ് മാറുന്നു, പിന്നെ അങ്ങോട്ടാവുന്നു. അപ്പോൾ സ്ഥായിയായ ഒരു പേരേ ഉള്ളൂ നല്ല ആർട്ടിസ്റ്റ് എന്നുള്ളത്. ഒരു സ്വകാര്യം പറയാൻ പലപ്പോഴും നമ്മൾ ഈ മാധ്യമക്കാരായി അസുഖം ഉണ്ടാക്കുന്നു. കാര്യം ഞങ്ങൾക്കിപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു ഫിലിം അവാർഡിനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഷോയ്ക്ക് ഉർവശി വിളിക്കുവാണെങ്കിൽ, അപ്പോൾ ഈ അവതാരകൻ ഫ്രണ്ടിലുണ്ടല്ലോ ഒരു കുടലുമായിട്ട്, അപ്പോൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ വേദിയിലേക്ക് വരികയാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി, ഉടനെ പുതിയനെ കൈയടിക്കുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നടി ഉർവശിയാണ് ഇനി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് കിട്ടത്തില്ലയോ എന്നൊരു പേടി അതീ പറ്റിപ്പോയതാ കേട്ടോ. പക്ഷെ ഈ കുഴിക്കകത്ത് ചില ആൾക്കാർ അറിയാതെ വീണുപോകും. അല്ല, അതെന്തറിയോ, നമുക്ക് പിന്നെ നഷ്ടബോധങ്ങൾ കൂടുതലുണ്ടാവും നമുക്ക് ഒരുപാട് അല്ലേ. പിന്നെ കാലം ഓരോ കാലത്തും അതാത് തരത്തിലുള്ള ആൾക്കാർ വന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അന്നും നിലനിൽക്കുന്ന ഈ ഒരു പേരേ ഉണ്ടാവത്തുള്ളൂ. ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. അതിന് അർഹതയുള്ളവർ അത് ഇട്ടോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനോടൊരു താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള. ഉർവശിയുടെ നല്ല ചെറുപ്പകാലത്താണ് കുറെ നല്ല പ്രണയ സിനിമകളും ഒക്കെ ഉർവശി അഭിനയിച്ചിട്ടുണ്ട്. ചെറുപ്പം അല്ലെന്നോ? എനിക്കിപ്പോ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എനിക്കിപ്പൊ അറിയണം. ഉർവശിയെ ഉർവശിയെ പ്രായമായി കണ്ടിട്ടുമില്ല, കാണാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അത് എനിക്ക് എന്നിലെ ഒരു പുരുഷൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. പുരുഷ അല്ലേ? ഓക്കെ, അപ്പൊ അതങ്ങനെ തന്നെ. ഉർവശി, എനിക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കാലത്ത് ഇപ്പൊ പ്രേം നസീറിന്റെ ഒക്കെ കാലം ഉണ്ടല്ലോ, ആ കാലത്തിന് അടുത്തൊക്കെ തന്നെ ഉർവശി ഉണ്ടായിരുന്നു. അന്ന് അഭിനയിച്ചില്ലെങ്കിൽ പോലും അല്ലേ, ജയഭാരതി അവരൊക്കെ മലയാള സിനിമയിൽ നിൽക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഉർവശി പറഞ്ഞല്ലോ ഈ പ്രണയത്തിലൊക്കെ ഒരു ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നു അല്ലേ. അന്ന് മൊത്തം ട്രെൻഡ് അങ്ങനെ ആയിരുന്നു സാർ. കാരണം കുറച്ച് കൂടുതൽ നാടകീയത വരണം. നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോഴത് അന്നത് പ്രശ്നമായിരുന്നില്ല. ചിലപ്പോ ഇപ്പൊ നമ്മൾ ഈ അഭിനയിക്കുന്നൊക്കെ നാളെ വരുന്ന ഒരു തലമുറ എന്ത് പറയും നമുക്കറിയത്തില്ല. ചിലപ്പോ അവർക്കിത് എന്നാ പരിപാടി വരും അല്ലേ. ഇങ്ങനെയുള്ള ക്യാരക്ടർ വരുമ്പോ പ്രത്യേകിച്ച് ഈ കാമുകിമാര്, പ്രത്യേകിച്ച് അന്നത്തെ പാട്ടുകളൊക്കെ സൂപ്പറായിരുന്നു. അപ്പം അർത്ഥവത്തായ പാട്ടുകളാണ്, അതിനൊപ്പ് വെച്ച് നമ്മൾ ചൂടൊക്കെ വയ്ക്കേണ്ടി വരും. ആ ഒരു സമയത്തൊക്കെ അഭിനയിച്ച സിനിമകളിൽ എങ്ങനെയായിരുന്നു ഉർവശിയുടെ ഒരു അവസ്ഥ? ഞാൻ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷം അങ്ങനത്തെ അത്രയും നാടകീയമായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ആരും നിർബന്ധിച്ചിട്ടുമില്ല. ഒരു കാലത്തിന്റെ മാറ്റത്തിനൊപ്പം വന്നതല്ലേ ഞാൻ. അങ്ങനെ അപ്പം ബിഹേവ് ചെയ്യുക എന്നുള്ളതല്ലാതെ അഭിനയിക്കാൻ വേണ്ടി കാണിക്കുക എന്നുള്ളത് നമുക്ക് അങ്ങനെ ആരും ഒരു ഡയറക്ടേഴ്സ് അഭിനയിപ്പിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ബ്രാക്കറ്റിൽ പറയട്ടെ, ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ വിളിക്കാൻ കാര്യം അറിയോ ഉർവശി? അതായത് പല ടൈപ്പ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. ഏതെങ്കിലും ഒരേ രീതിയിൽ പോകുന്ന ഒരു വേഷമാണ് ഒരാൾ ചെയ്യുന്നതിലെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് സിനിമകളായിട്ട് കിട്ടിയെന്ന് വരും. എന്നാൽ ഉർവശി അങ്ങനെ ആയിരുന്നില്ല. പല വേഷങ്ങളും വ്യത്യസ്തമായിട്ട് ഒരു വേഷ പകർച്ചയുണ്ടായിരുന്നു, കാണാത്ത വേഷങ്ങൾ. അതിപ്പം ഡയറക്ടേഴ്സും റൈറ്റേഴ്സും നമ്മളെ ചൂസ് ചെയ്ത് അത് തരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് സിനിമയെ തിരഞ്ഞെടുക്കാൻ അവസരം കുറവാണ്. ഞാൻ വളരെ ചൂസി ആയിട്ടാ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വെറുതെയാണ്. അങ്ങനെയൊന്നും ഇല്ലല്ലേ. നമുക്ക് വരുന്ന ഒരു അവസരമല്ലേ ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മൾ അഭിനയിക്കാത്ത പടങ്ങൾക്ക് നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. ഈ കഥ പറയാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ആ കഥ അങ്ങനെ അങ്ങോട്ട് പോകണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്നുള്ള ചില ഭേദഗതികളൊക്കെ കൊണ്ട് നിർദ്ദേശിച്ചു കൊടുക്കൂ. അങ്ങനെയല്ല, നമുക്ക് ന്യായമായിട്ട് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അധ്യാപകരെ പോലെയായിരുന്നു എന്റെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും. അതെ, ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം ജീവിതത്തില് ആയിരുന്നല്ലേ എനിക്ക് തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഡയറക്ടർ ടീച്ചറാണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട് പരിചയപ്പെട്ട ആദ്യത്തെ അഭിനേത്രിയാ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കണക്കാക്കി. എവിടെ ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം? LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി? LP ആണ് ഏറ്റവും പ്രയാസം അവിടെയാ. പ്രയാസവും പ്രാധാന്യവും അതിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ നിന്നാണല്ലോ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടികൾ. എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും കുട്ടികളുടെ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ചില സിനിമകളിൽ. അത് എനിക്ക് തോന്നുന്നു അത് ആ കുട്ടിത്തം ഉർവശിയിൽ കാര്യമായിട്ടുണ്ട്. അത് പിന്നെ വീട്ടിൽ കിട്ടിയ വാത്സല്യവും സിനിമയ്ക്കകത്തും അതുപോലെ തന്നെയായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തിരുന്നത്.
അതുകൊണ്ടാണ് തോന്നുന്നു ഈ പ്രായം ഗൗരവമുള്ളത് കുറച്ച് നിർത്താൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അതിന്റെ രഹസ്യം. ആരോടും പറയണ്ട, നമ്മൾ രണ്ട് മാത്രം അറിഞ്ഞാൽ മതി. ആരോടും ഈ കശ്മലന്മാർ ചിലപ്പോഴേ ഇത് വേറെ എന്തോ ആണെന്ന് വിചാരിക്കും. വിചാരിക്കും. വേണ്ട, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല.